സഹൃദയരെ, കലാപ്രേമികളെ, ജീവനുതുല്യം സ്നേഹിച്ച യജമാനന്റെ ശവകുടീരത്തിനരികെ മഞ്ഞും മഴയും കൊണ്ട് കാത്തിരിക്കുന്ന ഒരു നായയുടെ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മൃഗങ്ങൾക്കുള്ള സ്നേഹം പോലും എന്തേ മനുഷ്യർക്ക് ഇന്നില്ലാതെ പോയി? സ്നേഹത്തിൽ ജനിച്ച് സ്നേഹത്തിൽ വളർന്ന് സ്നേഹത്തിൽ തന്നെ മരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ജീവിക്കാനുള്ള പരക്കം പാച്ചിലിൽ സ്നേഹവും കരുതലുമൊക്കെ അറിയാതെ നമ്മിൽ നിന്നും അകന്നു പോകുന്നു എന്നതാണ് സത്യം. സമൂഹത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്നാഗ്രഹിക്കും. ആ ആഗ്രഹങ്ങളെല്ലാം ഒരിക്കലും പൂക്കാത്ത ചെടികളായി ആർത്തുല്ലസിച്ച് നമ്മെ നോക്കി പരിഹസിച്ച് ചിരിക്കും. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നടന്നു നീങ്ങുമ്പോൾ ചില്ലകൾ വിരിച്ച് തണലായി നിൽക്കുന്ന നല്ല മരങ്ങൾ നാം കാണാറുണ്ട്. എന്തൊരാശ്വാസമാണ് അതിനടിയിൽ നിൽക്കുമ്പോൾ. മനുഷ്യരിലുമുണ്ട് ഇത്തരം നന്മ നിറഞ്ഞവർ, ആരോരുമില്ലാത്തവർക്ക് ഒരാശ്രയമായി. താബോർ ആൻഡ് ബേത്ലഹേം ഏരിയ ഗ്രൂപ്പ് അണിയിച്ചൊരുക്കുന്ന വഴിവിളക്കുകൾ എന്ന ചെറുനാടകം ഇവിടെ തുടങ്ങുകയായി. സായാഹ്ന സന്ധ്യയും പോയി മറഞ്ഞു, സായാഹ്ന സന്ധ്യയും പോയി മറഞ്ഞു, ആർഭാടക്കാറുകളിരമ്പി നീങ്ങി, ചക്രവാളത്തിലെ താരാപഥങ്ങളിൽ നക്ഷത്രമോരോന്നായി മിന്നി നിന്നു. അഗതി മന്ദിരത്തിലെ ആകുലസന്ധ്യയിൽ ശൂന്യമാകാശം നോക്കിക്കിടക്കവേ ഇരുൾ വീണുടഞ്ഞോരു മോഹപ്രതീക്ഷകൾ മോഹഭംഗത്തിൻ്റെ തീരത്തണഞ്ഞു പോയി. സുമതിയമ്മേ, വയ്യാതിരിക്കുന്ന രോഗികൾ ഒഴിച്ച് മറ്റുള്ളവരോട് നമ്മുടെ വീടിന്റെ മുൻവശത്തേക്ക് വന്നിരിക്കുവാൻ പറയൂ. ഞാൻ ഈ ഉപ്പാപ്പനെ അവിടെ കൊണ്ടുപോയി ഇരുത്തട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചു സമയം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ വൃദ്ധസദനം ഞാൻ നടത്തുന്നതിൽ എനിക്ക് വ്യക്തമായ സതുദ്ദേശമുണ്ട്. ഞാനും ഒരു അനാഥാലയത്തിന്റെ സന്തതിയായിരുന്നല്ലോ. പഠിച്ചു പാസ്സായി നല്ലൊരു ഉദ്യോഗസ്ഥനുമായി നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വൃദ്ധസദനം നടത്തുന്നത്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണല്ലോ നിങ്ങളിൽ അധികവും, അല്ലേ? മക്കൾ നല്ല നിലയിലായി കഴിഞ്ഞപ്പോൾ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ മറന്നു, പൊക്കിൾക്കൊടി ബന്ധം മറന്നു. എന്നിട്ടോ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. മക്കളുടെ മാത്രമല്ല, മരുമക്കളുടെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ. എങ്കിൽ പറയാം. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ദിവസം നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാകും, ഇല്ലേ?
പാട്ട് പാടാൻ തയ്യാറായിട്ടിരുന്നോളൂ. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. ശരി സാർ. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരുന്നും ആഹാരവും സാന്ത്വനവും തരാതെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്നു. മക്കളെ ജീവനതുല്യം സ്നേഹിച്ചവർ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയുടെയും മുന്നിൽ ചുളിഞ്ഞ് ക്ലാവ് പിടിച്ച പിച്ചളപ്പാത്രം പോലെയായി. മുലയൂട്ടി വളർത്തിയ അമ്മയും ചുമലിലേറ്റി വളർത്തിയ അച്ഛനുമെല്ലാം ഇപ്പോ ജീവിതത്തിന്റെ പുറമ്പോക്കിലാ സ്ഥാനം. എനിക്കിപ്പോ ഇവിടെ 23 അച്ഛനമ്മമാരുണ്ട്. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ, നമ്മുടെ അതിഥി എത്തിയല്ലോ. വരണം സാർ, വരണം വരണം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ അല്പം താമസിച്ചുവോ എന്നൊരു ശങ്ക. ഓ, വെറും 2 മണിക്കൂർ മാത്രം. ഈ വൃദ്ധജനങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അല്ലേ? ക്ഷമിക്കണം അച്ഛനമ്മമാരെ. ഇവരുമായി അല്പസമയം ചെലവഴിക്കാൻ സാറ് കാണിച്ച ആ നല്ല മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. ആ, വാസുവേട്ടനല്ലേ ആ വരുന്നത്? എന്താ വാസുവേട്ട ധൃതിയിൽ? അല്ല, സാറെന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. അതെ, വാസുവേട്ടന് ഇന്നലെ തലചുറ്റലുണ്ടായല്ലോ. പിന്നെ വാസുവേട്ടനെ ഈ കൂട്ടത്തിൽ കണ്ടതുമില്ല. അതാ അന്വേഷിച്ചത്. എങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ സാർ. ഇരിക്കാൻ വരട്ടെ. എന്റെ പ്രസംഗം കേൾക്കണം. ഉഗ്രൻ പ്രസംഗമാണ്. സാറിന്റെ പ്രസംഗം ഒഴിച്ച് മറ്റാരുടെയും ഞങ്ങൾ കേൾക്കാറില്ല. കാരണം എല്ലാം വസ്തുതാവിരുദ്ധമായിരിക്കും പറയുന്നത്. അയ്യോ, അങ്ങനെ പറയല്ലേ. നേതാവ് ഇപ്പോ നമ്മുടെ അതിഥിയല്ലേ. അല്ല വാസുവേട്ട, വാസുവേട്ടന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ഒന്നുമില്ല സാറേ, പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നമ്മുടെ വാഴത്തോപ്പ് വരെ ഒന്ന് പോയി. പഴങ്ങളെല്ലാം വവ്വാലുകൾ നശിപ്പിച്ചിരിക്കുന്നു. അത് നോക്കാൻ വേറെ ആളുണ്ടല്ലോ. വാഴത്തോപ്പിലെ കല്ലിന്റെ മേലെ ഇരുന്ന് വാസു കരയുന്നത് ഞാൻ കണ്ടു സാറേ. ശരിയാണോ? എന്തിനാ വാസുവേട്ടൻ കരഞ്ഞത്? സുമതിയമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അയ്യോ ഇല്ല സാറേ. കുടുംബത്തിലെ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്തുപോയി. ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഇവിടെ വന്നത്? ആ, മറക്കാൻ കഴിയാത്തതും മനസ്സിൽ നിന്നും മായാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ. പിന്നെ ഞാൻ കരഞ്ഞത് എൻ്റെ ഭാര്യയെ കുറിച്ച് ഓർത്താ. ഭാര്യയ്ക്ക് എന്ത് പറ്റിയതാ വാസുവേട്ട? അതോ, ചുരുക്കി പറഞ്ഞ വൈദ്യശാസ്ത്രം തോറ്റിടത്ത് ഒരിറ്റ ജീവന് വേണ്ടി ഡോക്ടറോട് യാചിച്ച അവളുടെ ആ മുഖം, അത് എൻ്റെ മനസ്സിനെ തകർക്കുന്നു. അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ അനാഥനാകില്ലായിരുന്നു. വാസുവേട്ടൻ ഇവിടെ സുരക്ഷിതനല്ലേ? നല്ല പൈസയുള്ള വീട്ടിൽ നിന്നാ വാസുവേട്ടൻ ഇവിടെ വന്നത്. ഇവിടത്തെ അന്തേവാസികളിൽ അധികവും ഉയർന്ന പരിതസ്ഥിതിയിൽ നിന്ന് വന്നവരാണ്. അപ്പോ മക്കൾ ആരുമില്ലേ വാസുവേട്ടന്? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിപ്പെട്ടത്. ഒരേ ഒരു മകൻ, സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ജോലി അവിടെ തന്നെ. കാറ്, ബംഗ്ലാവ്, എന്തിനധികം പഠിക്കൽ കാവലിന് പോലീസുകാര്. അപ്പോ വാസുവേട്ടൻ മഹാഭാഗ്യവാനാണല്ലോ. ഭാഗ്യവാനാണ്, ചത്തില്ലെന്ന് മാത്രം. വാസുവേട്ടനെ പട്ടിക്കൂട്ടിൽ നിന്നുമാ ഇവിടെ എത്തിച്ചത്. അച്ഛനെ നാറുന്ന പട്ടിക്കൂട്ടിലടച്ച് AC യിൽ ഉറങ്ങുന്ന മകനും മരുമകളും
ഇത്രയും പോരെ സാർ? അപ്പോ ഞാൻ ഭാഗ്യവാനല്ലേ സാറേ? മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാകുമ്പോൾ പട്ടിക്ക് സമം. ഇപ്പോൾ എൻ്റെ ജീവിതവും ജീവനും ഈ നിൽക്കുന്ന സാറിന്റെ ദാനമാണ്. ഒരു മനുഷ്യന്റെ കടമയെ ഞാൻ ചെയ്തോളൂ. ആ, വാസുവേട്ടന്റെ കയ്യിലിരിക്കുന്ന ആ പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും അടർത്തിയതാണോ? അതെ, അതിഥിക്ക് ബൊക്കയ്ക്ക് പകരം 2 ജമന്തി പൂക്കൾ കൊടുക്കാമെന്ന് കരുതി. അത് നന്നായി. എന്നാലും പൂന്തോട്ടത്തിൽ നിന്നും പൂവിറുക്കുന്നത് എനിക്കൊരു വേദനയാ. ക്ഷമിക്കണം സാർ. ഇതുപോലെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും ഒരിക്കൽ ഒരു പൂ പറിച്ചു. അതിന് എൻ്റെ മരുമകൾ ദേഷ്യത്തോടെ എൻ്റെ കരണത്തടിച്ചു. മുന്തേനം പൂക്കളാണെന്ന് പറഞ്ഞ അത് ചെയ്തത്. വാടിക്കരിഞ്ഞ് താഴെ വീഴുന്ന പൂക്കളുടെ വില പോലും ഇല്ലേ സാർ വയസ്സായ തന്തമാർക്ക്? അമ്പടി, ആള് കൊള്ളാലോ. എന്നിട്ട് മോനൊന്നും പറഞ്ഞില്ലേ വാസുവേട്ട? ഒരു ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നവന് സ്വന്തം ഭാര്യയെ പേടിയായിരുന്നു. ആ, വാസുവേട്ടൻ ആ പൂക്കൾ സാറിന് കൊടുത്തിട്ട് അവിടെ പോയി ഇരുന്നോളൂ. എത്രയും വേഗം നമുക്ക് ചടങ്ങ് തുടങ്ങാം. സാറിന് വേറെയും പ്രോഗ്രാം ഉള്ളതാ. ആ സാറേ. ആ, എന്താ സുമതിയമ്മേ? സുഖമില്ലാതിരുന്ന ആ അമ്മച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? മരുന്നും ഭക്ഷണവും കൊടുത്തു സാർ. ഇതും അന്തേവാസിയാണോ? അതെ, ഇവിടെയുള്ളവർക്ക് വ്യായാമ മുറകൾ പഠിപ്പിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതും സുമതിയമ്മയാണ്. അന്തേവാസിയാണെന്ന് എനിക്കങ്ങ് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ക്ഷമിക്കണം സാർ, അന്തേവാസികൾക്ക് പ്രത്യേക രീതിയിൽ എന്തെങ്കിലും തിരിച്ചറിയൽ മാർക്കുണ്ടോ? മനുഷ്യൻ അവന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ വരുന്നു. ചിലപ്പോൾ വറചട്ടിയിൽ നിന്നും എരുതിയിലേക്കായിരിക്കും. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടം സ്വർഗമാണ്. പല അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ, ഈ അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മരുന്നും ഭക്ഷണവും സാന്ത്വനവും കിട്ടിയാൽ വൃദ്ധന്മാർ ചെറുപ്പക്കാരാകുമെന്ന്. മിസ്റ്റർ വാമനൻ, ഞാൻ സമ്മതിച്ചു. ഇവിടം സ്വർഗമാണ്. അഭിനന്ദിച്ചതിന് നന്ദിയുണ്ട് സാർ. ഞാൻ തന്നെ ഈ സുരക്ഷിത സ്ഥാനത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ എന്നേ മണ്ണടിഞ്ഞേനെ. സ്ത്രീയുടെ മാനത്തിന് ഇവിടെ ഗ്യാരണ്ടിയുണ്ട്. മറിച്ച് പുറത്ത് 75 വയസ്സുള്ള സ്ത്രീയെ വരെ പീഡിപ്പിച്ച് കൊന്നില്ലേ സാർ? അച്ഛന്മാർ, സഹോദരന്മാർ ഒക്കെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചില്ലേ? എന്തിന് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ. ശരിയാണ്, സത്യസന്ധമായ കാര്യമാണത്. ഏത് വൈകൃതങ്ങൾക്കും ഇവിടെ സംരക്ഷകരുണ്ട്. അച്ഛനെയും മകളെയും തിരിച്ചറിയാൻ കഴിയാത്ത സദാചാര പോലീസുകാർ സ്ത്രീ എന്ന ബിംബകൽപ്പനയെ വെറും കാമവെറിയോടെയാണ് നോക്കിക്കാണുന്നത്. സുമതി അമ്മയ്ക്ക് ഇങ്ങനെ വല്ല അഭിമാനക്ഷതവും ഉണ്ടായത് കൊണ്ടാണോ ഇവിടെ വന്നു പെട്ടത്? ഒരു വിധത്തിൽ അതും ശരിയാണ്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. സുമതിയമ്മയുടെ അനുഭവം സുമതിയമ്മ പറയും. പറഞ്ഞോളൂ സുമതിയമ്മേ. എൻ്റെ അനുഭവം കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള അരുവിക്കൽ തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. 1000 പറ നെൽപ്പാടങ്ങളും 100 അലക് നാളികേരം കിട്ടുന്ന തെങ്ങിൻ തോപ്പും കുടിയാന്മാരും പാട്ടക്കാരും ബാല്യക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ആ വലിയ വീട്ടിൽ ആകെയുണ്ടായിരുന്ന ഒരേ ഒരു പെൺതരിയാ ഞാൻ. പറഞ്ഞോളൂ. എന്റെ അച്ഛന്റെ പിന്നാലെ അമ്മയും മരിച്ചത് തറവാട്ട് കുളത്തിൽ തന്നെയായിരുന്നു. അത് രണ്ടും കൊലപാതകമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അടുത്ത ഊഴം എന്റേതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ആ കാരാഗൃഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവതുല്യനായ ഈ സാറിന്റെ അടുത്തെത്തി.
ഇവർ ഇവിടെ വന്നിട്ട് 14 കൊല്ലമായി. ആ, കരയേണ്ട സുമതിയമ്മേ. ദാ അവിടെ പോയി ഇരുന്നോളൂ. എത്രയെത്ര മുഖങ്ങൾ, പക്ഷേ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എല്ലാത്തരം ആൾക്കാരുമുണ്ട് ഇവിടെ. അവർക്കെല്ലാവർക്കുമുണ്ട് ഓരോരോ അനുഭവങ്ങൾ. ആ, ദേ സുകുമാരേട്ടൻ വന്നല്ലോ. കണ്ണിന് സുഖമില്ലാത്തതല്ലേ സുകുമാരേട്ടാ? അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? കാണാൻ സാധിക്കാത്തവന് ശബ്ദമാണല്ലോ കണ്ണ്. കാഴ്ചകൾ കണ്ടു മടുത്തു സാറേ. ഒന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാറ്റിനോടും പുച്ഛമാണല്ലോ ഏട്ടന്. ഏതാ ഈ പുതിയ ശബ്ദം? പുതിയ അന്തേവാസിയാണോ? അന്തേവാസി അല്ല, ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാ. ആ, നമസ്കാരം സാർ. നമസ്കാരം. എന്നെ അങ്ങനെ തീർത്തും അന്തേവാസിയാക്കണ്ട. നാളെ ഞാൻ നാട്ടിലേക്ക് പോകും. എൻ്റെ മോൻ നാളെ വരും സാർ. നാളെ വരട്ടെ. സുഖമില്ലാത്ത ആള് എന്തിനാ ഇറങ്ങി നടക്കുന്നത്? അതിനല്ലേ സാറേ ബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളെയും മനസ്സിലാക്കി തരുന്ന ഈ വെളുത്ത പടി. അതിരിക്കട്ടെ, സുകുമാരേട്ടൻ മരുന്ന് കഴിച്ചോ? മരുന്നോ? മരിക്കാതിരിക്കാൻ എനിക്ക് മരുന്ന് വേണ്ട സാറേ. മറവിക്കുള്ള മരുന്നുണ്ടോ? ഇപ്പോഴും മനസ്സുറയ്ക്കാത്തത് എന്താ സുകുമാരേട്ടാ? കാഴ്ചയില്ലെന്ന് കരുതി എന്തെങ്കിലും ദുഷ്കരമായി തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നാളത്തെ കാര്യമോർത്ത് മനസ്സും ചിന്തയും കാതങ്ങൾക്കപ്പുറം മേഞ്ഞു നടക്കുകയാണ്. കാണാൻ കഴിയില്ലെങ്കിലും പരിചിതമായ ശബ്ദങ്ങൾ, നാടിൻ്റെ മണമുള്ള തണുത്ത കാറ്റ്, ആ കാറ്റിൽ ആടി ഉലയുന്ന കരിമ്പനകളുടെ മർമ്മരം, എൻ്റെ നാടിൻ്റെ സ്പന്ദനം ഒക്കെ എനിക്ക് തിരിച്ചറിയാം. ഈ സുകുമാരേട്ടന്റെ ഒരു കാര്യം, നാളെ നേരം വെളുക്കട്ടെ, അവനിങ് എത്തിക്കോട്ടെ. ഈ കുരുടന് എന്ത് പ്രഭാതവും പ്രദോഷവും സാറേ. വർണ്ണങ്ങളില്ല, ഇരുട്ട് മാത്രം. ഉറങ്ങുമ്പോഴും രാത്രി, ഉണരുമ്പോഴും രാത്രി. സാരമില്ല, നല്ല ഉൾക്കാഴ്ചയുള്ള ആളാണല്ലോ സുകുമാരേട്ടൻ. സുമതിയമ്മേ, സുകുമാരേട്ടനെ ഒന്ന് കൊണ്ടുപോയി ഇരുത്തൂ. എന്താ സാറേ, എൻ്റെ സാമീപ്യം ഒരധികപ്പറ്റായോ? എന്ത് സംസാരമാണിത് സുകുമാരേട്ടാ? നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളല്ലേ ഇദ്ദേഹം? എന്തോ കാഴ്ച നഷ്ടപ്പെട്ടതു മുതൽ എനിക്കങ്ങനെ വെറുതെ തോന്നുന്നു. സുമതിയമ്മേ, എന്നെ പിടിക്കണ്ട. ഇവിടുത്തെ ഉയർച്ചയും താഴ്ചയും എനിക്ക് കാണാപ്പാടമാണ്. ആയിക്കോട്ടെ, പോയി കിടന്നോളൂ. അപ്പോ നാളെ മകൻ വന്ന് സുകുമാരേട്ടനെ കൊണ്ടുപോകുന്ന ആ ത്രില്ലിലാണ് അദ്ദേഹം അല്ലേ? ഇല്ല, ആ കുട്ടി ഒരു വാഹനാപകടത്തിൽ മരിച്ചിട്ട് 2 വർഷമായി. എന്തോ സുകുമാരേട്ടനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം വീണുപോകും. അതാ. അപ്പോൾ അദ്ദേഹം വെറും ഒരു പ്രതീക്ഷയിൽ ജീവിക്കുകയാണല്ലേ? അതെ, ഒരിക്കലും തിരിച്ചു വരാത്ത തന്റെ മകനെയും പ്രതീക്ഷിച്ചൊരു ജീവിതം. ആരാണത് അതിമനോഹരമായി ഹാർമോണിയം വായിക്കുന്നത്? സുകുമാരേട്ടനാ. തികഞ്ഞ കലാകാരനാണ് അദ്ദേഹം. ഒരു കാലത്ത് കേരളത്തിലെ മിക്ക നാടക സമിതികളിലും കളിച്ചിരുന്നത് സുകുമാരൻ നീലാംബരി എന്നറിയപ്പെടുന്ന ഈ സുകുമാരേട്ടൻ എഴുതിയ നാടകങ്ങളാണ്. ഇതിനകം 4 സംസ്ഥാന അവാർഡുകൾ,
8-10 മറ്റ് അവാർഡുകളും ലഭിച്ചു. ഇപ്പോ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആർക്കും വേണ്ട, തിരിഞ്ഞു നോക്കാതായി. ഞങ്ങൾ നേതാക്കന്മാരുടെ കാര്യവും ഇങ്ങനെ ആവശ്യം കഴിയുമ്പോൾ എടുക്കാത്ത നോട്ട് പോലെയാ. അതാ ഒരു വെല്ലുപ്പൻ എന്തോ പറയാൻ കൈ ഉയർത്തുന്നുണ്ടല്ലോ. എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. മോനെ, ഉപ്പാപ്പന് ഇളനീർ കുഴമ്പ് കിട്ടിയില്ല. അത് സുമതിയമ്മ ഇട്ടു തരും കേട്ടോ. ഇച്ചിരി കാതിപ്പുകല ചവച്ചിട്ട് ഒരുപാട് നാളായി മോനെ. വേണ്ട വേണ്ട, അത് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാ. ഇച്ചിരി കറുപ്പ് കിട്ടുമോ മോനെ? ഉപ്പാപ്പന് കൊതിയായിട്ടാ. എന്നിട്ട് വേണം എന്നെ പോലീസ് പൊക്കാൻ. ഓ വേണ്ട മോനെ, വേണ്ട വേണ്ട. ഉപ്പാപ്പൻ എങ്ങനാ ഇവിടെ എത്തിയത്? പേന ചതിച്ചതാ മോനെ. അവര് തന്ന പേന കൊണ്ട് ഞാൻ 5-6 ഒപ്പിട്ട്. കൂടപ്പിറപ്പുകള് ചതിച്ചതാ മോനെ, കൊന്നില്ല. വലിച്ചഴിച്ച് വഴിയിൽ കൊണ്ടിട്ടു. ഈ സാറ് ഇതറിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആരോ ഒരാൾ വീണ്ടും കൈപൊക്കുന്നുണ്ടല്ലോ. എന്താ ചേട്ടത്തി? ടിവിയിലെ പടം മങ്ങിക്കിടക്കാണ് സാറേ. അത് ടിവിയുടെ കുഴപ്പമല്ല ചേട്ടത്തി. എല്ലാവരും ക്യാമ്പിൽ പോയി കണ്ണോപ്പറേഷൻ നടത്തിയപ്പോ പേടിയാണെന്ന് പറഞ്ഞ് പോയില്ലല്ലോ. കണ്ണിന്റെ കുഴപ്പമാ. മോറ് കൊള്ളൂലാഞ്ഞിട്ട് കണ്ണാടി തല്ലിപ്പൊളിച്ചിട്ട് എന്നാ കാര്യം ത്രേസ്യാമേ. TV എനിക്ക് നല്ല കലക്കനായിട്ട് കാണാം. ഓപ്പറേഷൻ സക്സസ്. നമ്മുടെ അതിഥിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞോളൂ വാസുവേട്ടാ. നേതാവ് സാറേ, മരുന്ന്, ഭക്ഷണം, സാന്ത്വനം എല്ലാം ഞങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട്. അന്തേവാസികളെ കാണിച്ച് പണപ്പിരിവ് നടത്തുന്ന ഒരറവുശാലയല്ല ഇത്. ഈ നിൽക്കുന്ന ഉയരം കൂടിയ മനുഷ്യൻ്റെ വലിയ മനസ്സാണ് ഈ പ്രസ്ഥാനം. ഇങ്ങനെ ആയിരിക്കണം ആശ്രയാലയം, ഇങ്ങനെ ആവണം നടത്തിപ്പുകാരൻ. ഇവിടെ വന്നതിനും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അകത്ത് കുറച്ച് വയ്യാത്ത രോഗികളുണ്ട്. സാറിന്റെ ആശ്വാസവാക്കുകൾ അവർക്കും സന്തോഷമാകുമല്ലോ. അതിനെന്താ, തീർച്ചയായും അവരെ ഞാൻ സന്ദർശിക്കാം. ആ ഡോക്ടർ, നമ്മുടെ അതിഥി അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയേക്ക്. സാറിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം കേട്ടോ. ഹലോ, അതെ, സർവോദയം വാമനൻ തന്നെ. സുകുമാരൻ നീലാംബരിക്ക് അവാർഡ് ലഭിച്ചെന്നോ? സന്തോഷം. സാറാണല്ലോ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. സാറ് തന്നെ വന്ന് അദ്ദേഹത്തിനൊരു പൊന്നാടി അണിയിച്ചാൽ നന്നായിരുന്നു. ഓ, യാത്രയിലാണല്ലേ? ശരി സാർ, ശരി. ഇത്തവണത്തെ അവാർഡ് സുകുമാരേട്ടന് ലഭിച്ചു അല്ലേ സാർ? എനിക്ക് അഭിമാനം തോന്നുന്നു സുമതിയമ്മേ. മറ്റൊന്നുമല്ല, കാലാകാലങ്ങളായി ഒരു വഴിപാട് പോലെ നടന്നു വന്ന ഈ അവാർഡ് ദാനം ഇക്കുറി അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടിയല്ലോ. അതെ സാർ. ഇനി അവാർഡിന് അർഹനായ ആ സാഹിത്യകാരനെ ഒന്ന് സമ്മതിപ്പിക്കാനാ പണി. അതേ സുമതിയമ്മേ. ആ സുകുമാരേട്ടൻ വരുന്നുണ്ട്, ഒന്ന് സഹായിച്ചേക്ക്. വേണ്ട വേണ്ട, ഇവിടമെല്ലാം എനിക്ക് ചിരപരിചിതമാണ്. സുകുമാരേട്ടാ, കേരള സാഹിത്യ അക്കാദമിയുടെ ഇത്തവണത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. നല്ലത്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം? വലിയ വലിയ എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നതിന് നമുക്കെന്താ? സന്തോഷമുള്ള കാര്യമല്ലേ?
സന്തോഷമുള്ള കാര്യമാണല്ലോ. എങ്കിൽ സന്തോഷത്തിനുള്ള വകയുണ്ട്. ഞാൻ പറയാം സർ. പ്രശസ്ത എഴുത്തുകാരനായ സുകുമാരൻ നീലാംബരിക്കാണ് ഇത്തവണത്തെ സാഹിത്യത്തിനുള്ള പുരസ്കാരം. ആർക്കു വേണം ഈ അവാർഡ്? അവശതയിൽ അവഗണിച്ചും ആത്മാവില്ലാത്ത ആശയങ്ങൾക്ക് അവാർഡ് കൊടുത്തും സാഹിത്യത്തോട് അനീതി കാട്ടിയവർ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രത്യുപകാരമായി വെച്ചു നീട്ടുന്ന ഭിക്ഷയല്ലേ ഈ അവാർഡ്? 86-ലധികം പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയ കൈയാണിത്. ഇപ്പോഴും ഒരംഗത്തിന് ബാല്യവുമുണ്ട്. ഇനിയും സുകുമാരൻ നീലാംബരി പേനയെടുക്കില്ല. കാരണം എൻ്റെ കൈകളൊന്നിടറിയപ്പോൾ മറന്നു ഈ നന്ദികെട്ട സമൂഹം. സുകുമാരേട്ടന്റെ സർഗസിദ്ധികൾ വാശിക്കു വേണ്ടി വേണ്ടാന്ന് വെക്കരുത്. നാടകരംഗത്തെ പെരുന്തച്ഛൻ ഇന്നും സുകുമാരേട്ടൻ തന്നെയാണ്. അവാർഡുകളൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. സമൂഹത്തിന് വേണ്ടത് മാത്രം ഞാൻ എൻ്റെ എഴുത്തിലൂടെ നൽകിയിട്ടുണ്ട്. അവരോട് നീതിയും കാട്ടിയിട്ടുണ്ട്. എനിക്കത് മതി. പിന്നെന്തിന് അവാർഡ്? സുകുമാരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. അതിന് എനിക്കും സന്തോഷമുണ്ട് സാറേ. നാളെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ മകൻ വരുമല്ലോ. അച്ഛാ എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുന്നു. അതിന് അവൻ വന്നോട്ടെ. സുകുമാരേട്ടന് വേണ്ടി ഞങ്ങളൊരു സ്വീകരണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടാന്ന് പറയരുത്. അനുമോദനങ്ങൾ വേണ്ട സാറേ. കറവ പശുക്കളാണ് കലാകാരന്മാർ. അകിട് ചുരത്താതെ വരുമ്പോൾ അറവുശാലയിലേക്ക് അതിന് ഞാൻ തന്നെ സാക്ഷിയല്ലേ സാറേ? അതെല്ലാം കഴിഞ്ഞ കഥ. ഇപ്പോൾ ഇരുട്ടിൽ മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്ന വഴിവിളക്ക സുകുമാരേട്ടൻ. അത് കെട്ടുപോകാതെ അങ്ങനെ നിരന്തരം ജ്വലിക്കട്ടെ. ഈ ധന്യമുഹൂർത്തത്തിൽ സുകുമാരേട്ടനെ പൊന്നാട അണിയിക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ സാറ് തന്നെയാണ്. ഓ, അതിനെന്താ, ഈ പത്തരമാറ്റിനെ ഞാൻ തന്നെ അണിയിക്കാം. നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഞാൻ എന്തു പകരം തരാം? സാറ് എൻ്റെ ജീവൻ്റെ അവകാശിയല്ലേ. എങ്ങനെ ഞാൻ നിരസിക്കും? സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോഴാ ഞാൻ തൃപ്തനായത്. ഇനിയും ഇവിടെ അനാഥ മന്ദിരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. സനാതരാൽ സമ്പന്നമാകട്ടെ ഈ ലോകം. നിങ്ങളുടെ സ്നേഹം ഈ വഴിവിളക്കിനെ കൂടുതൽ പ്രകാശിപ്പിക്കട്ടെ. ഇനിയും ഞാൻ എഴുതും സമൂഹത്തിലെ അധർമ്മത്തിനെതിരെ. ഞാൻ എൻ്റെ നാടകം ഇന്നു തന്നെ എഴുതി തുടങ്ങുകയാണ്. അതെയോ സുകുമാരേട്ടാ? അതെ, തീർച്ചയായും എൻ്റെ അടുത്ത നാടകം തുടങ്ങുകയാണ്. നായക്കൂടുകളിലും ചങ്ങലകളിലും മാതാപിതാക്കളെ ബന്ധിക്കുന്നവരെ, നാളെ നിങ്ങളുടെ മക്കളും ഒരു ചങ്ങല നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകാം. കരുതിയിരിക്കുക. വൃദ്ധസദനങ്ങൾ കൂണുപോലെ സാക്ഷര നാട്ടിൽ മുളച്ചിടുന്നു. വൃദ്ധസദനങ്ങൾ കൂണുപോലെ സാക്ഷര നാട്ടിൽ മുളച്ചിടുന്നു. വാർദ്ധക്യമെന്നൊരു സായാഹ്ന ജീവിതം എല്ലാവർക്കുമുണ്ടെന്ന ഓർമ്മ വേണം. വാർദ്ധക്യമെന്നൊരു സായാഹ്ന ജീവിതം എല്ലാവർക്കുമുണ്ടെന്നതോർമ്മ വേണം.